നടി ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് തുറന്നതിൽ കുറ്റക്കാർക്കെതിരെ നടപടിയില്ലെന്ന് കാട്ടി അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ച വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പരാതി നൽകിയിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കത്തിലുള്ളത്. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, നമ്മൾ അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ അന്തിമവാദം തുടങ്ങാൻ പോവുകയാണ് ഈ വിഷയത്തിൽ. 7 വർഷം പൂർത്തിയാകുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും തന്റെ പരാതിയുമായി നിയമ പോരാട്ടം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല അതിജീവിതയ്ക്ക്. ഇപ്പോൾ രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് തീർച്ചയായും വിചാരണ അവസാന ഘട്ടത്തിലാണ്. കേസിൽ വിധി വരാൻ പോകുന്നു. ഈ ഘട്ടത്തിലാണ് അതിജീവിത ഇപ്പോൾ ഒരു ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ, അതല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിയെ സമീപിക്കുന്നത്. കത്തയച്ചിരിക്കുകയാണ് അതിജീവിത അതിൽ പറയുന്നത്, നേരത്തെ ഹൈക്കോടതിയിലും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലും ഒക്കെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് അതിജീവിത മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഈ കേസിന്റെ നാൾവഴി പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ഹാഷ് വാല്യൂ മാറിയ സംഭവം വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായി ഉയർന്നു വന്നിരുന്നു. അതായത് 3 കോടതികളുടെ പരിഗണനയിലിരിക്കെ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നതായിരുന്നു ആക്ഷേപം. അത് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് അതിജീവിത ഇതിലൊരു എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട്, വിശദമായിട്ടുള്ള എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ എത്തിയത്. അങ്ങനെ ഹൈക്കോടതി ഇത് ജില്ലാ ജഡ്ജിയോട് പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടു. ജില്ലാ ജഡ്ജി ഇത് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ആ റിപ്പോർട്ട് അപൂർണമാണ് എന്നതായിരുന്നു അതിജീവിതയുടെ ആക്ഷേപം. കാരണം അതിൽ കുറ്റക്കാർക്കെതിരെ നടപടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവങ്ങളില്ല. പക്ഷേ അതിജീവിതം മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ സ്ഥിരീകരിക്കുന്നതായിരുന്നു ആ റിപ്പോർട്ട് എന്നതും വസ്തുതാ അന്വേഷണ റിപ്പോർട്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഹൈക്കോടതി ആ കേസ്, ആ ഹർജി എന്റർടൈൻ ചെയ്തില്ല. ഹൈക്കോടതി അത് മെയിൻറ്റൈനബിൾ അല്ല എന്ന് പറഞ്ഞ് തള്ളുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ഇപ്പോൾ കോടതി രാഷ്ട്രപതിക്ക് മുന്നിലേക്ക് അതിജീവിത എത്തുന്നത്. ഒരു ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അതിജീവിതയുടെ ഈ പെറ്റീഷൻ എന്ന് നമുക്ക് കാണാം. കാരണം കഴിഞ്ഞ 2-2.5 വർഷത്തോളമായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി അത് തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് അതിജീവിത പോകുന്നു. പ്രത്യേകിച്ചും കോടതികൾ എന്ന് പറയുമ്പോൾ അത് ഒരു സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുക എന്ന ഒരു പ്രതിച്ഛായയാണ് അത്തരം മെമ്മറി കാർഡുകൾക്കൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരം തൊണ്ടി മുതലുകൾക്കൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നടിയെ ആക്രമിച്ച്, അതായത് തന്നെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ അടങ്ങിയതാണ് ഈ മെമ്മറി കാർഡ്. മെമ്മറി കാർഡ് എന്ന് പറയുന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് ആണ്. പൾസർ സുനി ഇത് മൊബൈലിലാണ് ആദ്യം ചിത്രീകരിക്കുന്നത്. അതിനുശേഷം മൊബൈല് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മെമ്മറി കാർഡിലേക്ക് മാറ്റി ഈ പ്രൈം എവിഡൻസ് ആയിട്ടുള്ള മൊബൈൽ അത് പുഴയിൽ എറിഞ്ഞ് കളയുകയാണ് ഉണ്ടായത്. പുഴയിൽ പോയ മൊബൈൽ ഫോൺ കിട്ടിയതുമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് ആണ്. അതിൽ ആണ് ഈ ഹാഷ് വാല്യൂ മാറിയത്. അത് ഈ പല ഘട്ടങ്ങളിലും, അല്ലെങ്കിൽ അത് ടാമ്പർ ചെയ്യപ്പെട്ടു എന്ന ആക്ഷേപം ഉന്നയിക്കാനൊക്കെ വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു എലമെന്റായി മാറുകയും ചെയ്യും. ഈ ഘട്ടത്തിലാണ് അതിജീവിത ഇതിൽ കുറ്റക്കാർക്കെതിരെ, ആരാണിത് പരിശോധിച്ചത്, അവർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് ഇതുവരെയും ഉണ്ടായില്ല. തുടർന്നാണ് അതിജീവിത ഇപ്പോൾ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമന്ത്രിക്ക് കൂടി കത്തയക്കും എന്നതാണ് അതിജീവിത ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ കോടതികളുടെ, അല്ലെങ്കിൽ പോലീസ് അന്വേഷണം വേണം, കോടതികളുടെ മേൽനോട്ടത്തിൽ കാര്യമാണ്. നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ അത്രമേൽ വിശ്വാസം അർപ്പിച്ചൊരു നിയമ പോരാട്ടമാണ്. അതിപ്പോൾ അവിടെ നിന്നൊന്നും പ്രതീക്ഷിച്ച ഒരു തീരുമാനം, അല്ലെങ്കിൽ അതിന്റെ ഒരു റിപ്പോർട്ട്, ഒരു ഫലം പോലും തന്റെ കയ്യിലേക്ക് എത്തിയില്ല. സുപ്രീം കോടതിയിൽ നിന്നുമില്ല. അതിനുശേഷം ഇപ്പോൾ രാഷ്ട്രപതിക്ക് നേരിട്ട് കത്തയക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8 വർഷമാകുന്നു ഈ സംഭവം ഉണ്ടായിട്ട്. അന്തിമവാദത്തിലേക്ക് കടക്കുകയാണ്. അതിനിടയിലാണ് വീണ്ടും ഈ പോരാട്ടം അതിജീവിതയ്ക്ക് തുടരേണ്ടി വരുന്ന തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യം.